ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സ്വർഗീയ അനുഭവം ഇല്ലാതിരുന്നൊരു മനുഷ്യന് സ്വർഗീയ അനുഭവം കിട്ടിയ കാര്യമാണ്. അത് വേദപുസ്തകത്തിലുണ്ട്. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എന്നൊക്കെ വായിക്കാം. ലളിതമായൊരു ഭാഗമാണ്. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗമിറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. സക്കായിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭവന കൂദാശയ്ക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ വരുമ്പോൾ വായിക്കുന്ന വേദഭാഗമാണ് ഈ സക്കായിയുടെ മാനസാന്തരത്തിൻ്റെ കാര്യം. അത് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. പക്ഷേ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തു വന്ന് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അത്തിമരത്തിൻ്റെ ചില്ലകളുടെ പിന്നിൽ ഇലകളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന സക്കായിയെ കർത്താവ് കണ്ടു വിളിച്ചു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ചുങ്കക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദ്യ നാട് മുഴുവനും റോമൻ ഗവൺമെൻറ് അധീനതയിലായിരുന്നു. റോമിലെ ചക്രവർത്തിയാണ് ഭരിക്കുന്നത്. പക്ഷേ ചക്രവർത്തി യഹൂദ്യ നാട് വാഴുവാൻ പ്രൊക്യുറേറ്ററെ അല്ലെങ്കിൽ ഒരു ഗവർണറെ നിയമിച്ചിരുന്നു. ഗവർണർക്ക് മരണശിക്ഷ വരെയും വിധിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അന്ന് ഈ ഗവർണറുടെ കയ്യിലേക്ക് യഹൂദന്മാർ ഓരോരുത്തരുടെയും തലയെണ്ണത്തിനൊപ്പിച്ച് ഓരോരുത്തരുടെയും പേരിൽ നികുതി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. കഠിനമായ നികുതിയായിരുന്നു. കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ തടവിലിടും, ദണ്ഡിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഭയന്ന് വിഷമിച്ച് ഈ നികുതി കൊടുത്തു വന്നു. ഈ നികുതി വാങ്ങുന്നത് അവർ റോമൻ സർക്കാരിൽ നിന്ന് പ്രത്യേകം ലൈസൻസ് കിട്ടിയിട്ടുള്ളവരാണ്. നികുതി വാങ്ങുവാനുള്ള ലൈസൻസ് അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് സർക്കാരിലേക്ക് കൊടുക്കേണ്ട തുക ഇത്രയേ ഉള്ളൂ എന്നുണ്ട്. പക്ഷേ അത് കവിഞ്ഞ് എത്ര കിട്ടിയാലും അവർക്ക് മേടിക്കാം. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഈ സ്വാതന്ത്ര്യം അവർ ദുസ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിച്ചു. ചുങ്കക്കാർ അവരെ ഈ നികുതി പിരിക്കാൻ നടക്കുമ്പോൾ ആളുകളെ ഞെക്കിപ്പിഴിഞ്ഞ്, പാവപ്പെട്ട ആളുകളെ, ദരിദ്രരും അശരണരുമായ ആളുകളെ ഞെക്കിപ്പിഴിഞ്ഞ് അവർ നികുതി വാങ്ങിക്കൊണ്ടിരുന്നു. ആളുകൾ വിഷമിച്ചു. യഹൂദന്മാരിൽ തന്നെയുള്ളവരാണ് ഈ ചുങ്കക്കാർ. സ്വന്തം ജാതിയിലുള്ളവർ സ്വന്തം ജാതിയെ ഒറ്റുകൊടുക്കുന്നത് പോലെ ഈ പാവപ്പെട്ട യഹൂദന്മാരിൽ നിന്ന് ഇങ്ങനെ നികുതി, കരം, ചുങ്കം നിർബന്ധിച്ച് പിരിക്കുന്നത് എല്ലാവർക്കും അസഹ്യമായിരുന്നതുകൊണ്ട് ചുങ്കക്കാരെ എല്ലാവരും വെറുത്തിരുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വെറുപ്പാണ്. പക്ഷേ വെറുത്തിട്ട് കാര്യമില്ലല്ലോ, സർക്കാരിൻ്റെ അധികാരമുള്ളവരല്ലേ, അതുകൊണ്ട് കൊടുത്തേ പറ്റൂ, ചുങ്കം കൊടുത്തേ പറ്റൂ. അങ്ങനെയുള്ള ഒരു ചുങ്കക്കാരനായിരുന്നു സക്കായി. സക്കായിക്ക് അവൻ്റെ പരിധിയിലുള്ളതായ ഓരോ വീടും അവനറിയാം, ഓരോ വീടിൻ്റെയും വിശദ വിവരങ്ങളവനറിയാം, ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളവനറിയാം. സക്കായിക്ക് ആ നാട്ടിൽ അവൻ ചുങ്കം പിരിക്കാനുള്ളതായ സ്ഥലം ഏതെല്ലാമാണെന്ന് അവനറിയാം. അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ സക്കായി അവൻ്റെ ഡയറി എടുത്തു. ഡയറി എന്ന് ഞാൻ പറയട്ടെ, അവൻ്റെ ആ പ്രോഗ്രാം ഡയറി എടുത്തു, നോക്കി. ഇന്ന് എവിടേക്കാണ് പോകേണ്ടത് എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. അത് തീരുമാനിച്ചു, പുറപ്പെട്ടു. സക്കായി പുറപ്പെട്ടു. അതിൽ ആദ്യത്തെ വീട്ടിൽ ചെന്ന് കയറി. വീടടച്ചിരിക്കുകയാണ്. വീടടച്ചിരിക്കുന്നു. സക്കായി വാതിൽക്കൽ മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. ഏതോ ഒരു ഞരക്കം പോലെ എന്തോ കേൾക്കുന്നുണ്ട്. സക്കായി തിരുതരെ മുട്ടി. അപ്പോഴുണ്ട് ഒരാൾ വന്ന് തപ്പി വന്ന് വാതിൽ തുറക്കുന്നു. ഇതാരാണ്? ഇത് ഞാൻ ഉദ്ദേശിച്ച വീടാണോ? നിങ്ങൾ ഉദ്ദേശിച്ച വീട് ഏതാണ്? ഇത് ഇന്ന വീടാണ്. ഇത് തന്നെയാ വീട്. ഞാൻ വന്ന് ചുങ്കം പിരിക്കാനാണ്. അയ്യോ, നിങ്ങൾ കാണരുതോ, എനിക്ക് കണ്ണു കാഴ്ചയില്ല. ഞാൻ അന്ധനാണ്. എനിക്ക് കണ്ണു കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എണീറ്റ് വരാൻ വൈകിയത്. എന്നോട് ക്ഷമിക്കണം. ഒന്നും തരാനിപ്പോൾ ഇല്ലല്ലോ. ഞാൻ ജീവിക്കുന്നത് ഭിക്ഷ തേടിയാണ്. അതിന് എനിക്ക് ഒരു നായുണ്ട്. ആ നായ് എന്നെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോകും ഭിക്ഷ യാചിക്കാൻ. ഓരോ കടയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകും ഭിക്ഷ യാചിക്കാൻ. ഈ നായാണ്, അതിൻ്റെ പരിശീലനം കിട്ടിയുള്ള നായാണ് എന്നെ ആ നായി നയിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഭിക്ഷ അയച്ച് കിട്ടുന്നതാണ് എൻ്റെ ഉപജീവന മാർഗം.
ദയവായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ചുങ്കം തരാൻ എൻ്റെ കയ്യിലില്ലല്ലോ. സക്കായി അല്പം പരുഷമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചുങ്കം തരേണ്ടതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ആ സമയം നീട്ടിത്തരാൻ പറ്റുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ജയിലിലേക്ക് പോകാം, ശിക്ഷ അനുഭവിക്കാം, അല്ലെങ്കിൽ രൂപ തരണം. പാവം സാധു ഭിക്ഷക്കാരൻ അന്ധൻ സക്കായിയുടെ നേരെ വിനീതമായി കൈകൂപ്പി, എന്നോട് ക്ഷമിക്കണം, കുറച്ച് ദിവസം തരാമോ? ഞാൻ എൻ്റെ ഭിക്ഷയിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾക്ക് ചുങ്കം തരാനുള്ളത് ഞാൻ മാറ്റിവെക്കാം. അവിടെ എത്ര ദിവസം വേണം? ഒരു മാസം കഴിഞ്ഞ് വന്നാൽ ഞാൻ തരാം കേട്ടോ. ശരി, മതി, സമ്മതിച്ചു. സക്കായിക്ക് മനസ്സിൽ തോന്നി, സമ്മതിച്ചു. ചുങ്കം കൊടുക്കേണ്ട തുക ഇന്നതാണെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുത്തു. സക്കായി പോയി. ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ വരും, പിന്നെ രണ്ടാമത് ചാൻസ് തരില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ചുങ്കം കരം വെച്ചിരിക്കണം എന്ന് പറഞ്ഞു പോയി. സക്കായിക്ക് ഒരു നിരാശ, ഒന്ന് ചുങ്കം പിരിക്കാനിറങ്ങി ആദ്യം വീട്ടിൽ തന്നെ ചുങ്കം കിട്ടിയില്ലല്ലോ, അല്പം ഒരു മനസ്താവം. സക്കായി പിന്നെയും മുന്നോട്ട് പോയി. ലിസ്റ്റിൽ നോക്കി, അടുത്ത വീട് ഏതാണ് നോക്കി, വീട് കണ്ടു. ആ വീട്ടിൽ ചെന്നു. അവിടെയും വാതിലടച്ചിരിക്കുകയാണ്. വാതിക്കൽ തെരുതെരെ മുട്ടി. അപ്പോഴുണ്ട് ഒരു സാധു സ്ത്രീ, മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ, എല്ലും തോലുമായൊരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. സക്കായി പറഞ്ഞു, നിങ്ങൾക്കറിയരുതോ എന്ന് ചുങ്കം തരേണ്ട ദിവസമാണെന്ന്? അറിയാം, പക്ഷെ ഞാൻ എങ്ങനെ തരുന്നത്? ചികിത്സയ്ക്ക് വേണ്ടി പൈസ മുഴുവൻ ചെലവഴിച്ചു. 12 കൊല്ലമായി ഞാൻ രക്തസ്രാവം മൂലം കഷ്ടപ്പെടുകയാണ്. 12 കൊല്ലം. ഈ 12 കൊല്ലവും ഞാൻ വിഷമിച്ചു കേട്ടോ. ഒരുപാട് ചികിത്സ ചെയ്തു, പല വൈദ്യന്മാരായാലും ഏറിയോന്ന് ഞാൻ സഹിച്ചു, ഒട്ടും ഭേദം വന്നില്ല. ഞാനിങ്ങനെ യാതനയേറ്റ് കഴിയുകയാണ്. പൈസ ഒന്നുമില്ലല്ലോ, ചികിത്സയ്ക്ക് വേണ്ടി പൈസ മുഴുവൻ ചെലവഴിച്ചു പോയി. വീണ്ടും ആ സ്ത്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ? ഞാൻ നോക്കട്ടെ, ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വരാമോ? വരാം, ഒരു മാസം കഴിഞ്ഞ് വരാം. സക്കായിക്ക് മനസ്സിൽ തോന്നി. സക്കായി അവിടെ നിന്ന് ഇറങ്ങി. ആ സാധു സ്ത്രീ കണ്ണ് കുഴിഞ്ഞ് എല്ലും തോലുമായി ഒരു പ്രാകൃത രൂപമായി സാധു സ്ത്രീ. ചോരയെല്ലാം വറ്റിപ്പോയി. എന്നും 12 കൊല്ലം ബ്ലീഡിങ് ആണെങ്കിൽ എന്താ പറയുക, അത് ആ ശരീരത്തിന് ഒരു ഓജസ് ഉണ്ടാവില്ലല്ലോ. സക്കായി ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കി, മെലിഞ്ഞ ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് നോക്കി, മെലിഞ്ഞുണങ്ങിയ ശരീരം. സക്കായിക്കും സഹതാപം തോന്നി. ഓടെ 2 വീട്ടിലും കിട്ടിയില്ല. ഇനി ഏതാ വീട്? സക്കായി അടുത്ത വീട്ടിലേക്ക് ചെന്നു. സക്കായി നോക്കി, ഈ വീടാ, ശരി. ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണുന്നത്, അവിടെ ഇതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ. ആ സ്ത്രീ അവൾ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അപ്പോഴുണ്ട് പെട്ടെന്നൊരു അട്ടഹാസം കേൾക്കാം. സക്കായി ഞെട്ടിപ്പോയി. നോക്കി പറയിൽ ഒരു മനുഷ്യൻ. ആ സ്ത്രീ ഓടി പുരയ്ക്കകത്തേക്ക് കയറി. സക്കായി അയാളൊന്നും ചെയ്തില്ല, ഭാഗ്യം. അയാൾ അട്ടഹസിച്ചുകൊണ്ട് വീണ്ടും പോയി കല്ലറകളിലേക്ക് സിമിത്തേരിയിലേക്ക് പോയി. സിമിത്തേരിയിൽ കൂടി കല്ലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാടി നടക്കാൻ തുടങ്ങി. അയാളുടെ ശരീരം മുറിയുന്നുണ്ട്. ദയനീയമായ മറ്റൊരു കാര്യം, അവൻ വസ്ത്രം എടുത്തിട്ടില്ല, നഗ്നനാണ്, വസ്ത്രം എടുത്തിട്ടില്ല, സുബോധമില്ല, ഭ്രാന്താണ്. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സക്കായിയോട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് ഭ്രാന്താണ്, പിശാച് ബാധയാണ്, ഭൂതബാധയാണ്. അദ്ദേഹം ചിലപ്പോൾ എന്നെ ഉപദ്രവിക്കും, വല്ലപ്പോഴൊക്കെ വന്നാൽ ഉപദ്രവിക്കും. കുഞ്ഞുങ്ങളെ ഇത് കാണുമ്പോൾ പേടിച്ച് അകത്ത് കയറി ഒളിക്കും. അദ്ദേഹം വസ്ത്രം എടുക്കാത്ത സുബോധമില്ലാത്തതുകൊണ്ടാണ്. ദേഹം ആസകലം ചതഞ്ഞ് പൊട്ടിയിട്ടൊക്കെയുണ്ട്, കാണാൻ പറ്റില്ലേ? അത്ര ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി. ഞാനൊരു അവശയായ സ്ത്രീയാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വിഷമിക്കുകയാണ്. നിങ്ങൾക്ക് കരം ഇന്ന് തരാൻ എനിക്കൊരു മാർഗവുമില്ല. പിന്നെ ഇന്ന് തരും, ഞാൻ ഒരു മാസം അവധി ചോദിച്ചോട്ടെ, ഒരു മാസം കഴിഞ്ഞ് വരാമോ? ഞാൻ തരാം. എങ്ങനെ തരും? അല്ല, ആരോടെങ്കിലും ചോദിച്ച് കടം മേടിച്ചൊക്കെ തരാം. അത് കഴിഞ്ഞു. സക്കായി അടുത്ത വീട്ടിലേക്ക് പോയി. ഇന്ന് ഇറങ്ങിയിട്ട് 3 വീട്ടിലും പരാജയമാണല്ലോ. അടുത്ത വീട്ടിലേക്ക് ചെന്നു. അടുത്ത് സക്കായിയുടെ ലിസ്റ്റിൽപ്പെട്ട വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കയറിയപ്പോൾ അവിടെ ഒരു കറുത്ത തുണി കൊണ്ട് ആ വീടിൻ്റെ ചുവരിൽ തറച്ച് ഒരു കറുത്ത തുണി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഏതൊരു മരണം നടന്നതുപോലെ. മരണം നടന്ന വീടാണ്. അവിടെ നോക്കിയപ്പോൾ ഡെഡ് ബോഡി എടുത്തുകൊണ്ട്
ആളുകളൊക്കെ പോയി കഴിഞ്ഞു. പക്ഷേ വീട്ടിൽ ഡെഡ് ബോഡി, ഒരു യുവാവിൻ്റെ ഡെഡ് ബോഡിയാണ്. ആ ഡെഡ് ബോഡി കൊണ്ടുപോയി അതിന് പിറകെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ സക്കായി വന്നത്. പറഞ്ഞു, എന്ത് ചെയ്യാം, ശവസംസ്കാരത്തിന് വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് കരത്തിന് വെച്ചിരുന്ന രൂപ എടുത്ത് ശവസംസ്കാരത്തിന് ചിലവഴിച്ചു പോയി. വേറെ മാർഗ്ഗമില്ല, ഞാൻ എന്നാ ചെയ്യുന്നത്? ഒട്ടുമില്ല കേട്ടോ, ഒരു പൈസയില്ല. പിന്നെ എന്നാ തരുന്നത്? ഞാൻ കാര്യം ചെയ്യാം, ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ വരിക, അപ്പോഴേക്കും തരാൻ നോക്കാം. സക്കായി ആകെ മടുത്തു, മനസ്സ് മടുത്തു. ഷോ, ഇന്ന് ഇറങ്ങിയിട്ട് കഷ്ടമായി പോയല്ലോ, ഒരു പൈസയും കിട്ടിയില്ലല്ലോ, ഇനി ഒരു മാസം കഴിയണമല്ലോ ഇവരുടെ കയ്യിൽ നിന്ന് രൂപ കിട്ടാൻ. കിട്ടുന്നതെന്താ ഉറപ്പ്? സക്കായി മനസ്താപത്തോടെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് പോരുമ്പോൾ സക്കായി ഓർത്തു, എല്ലാവരും വിഷമിക്കുകയാണല്ലോ, എല്ലാവരും നരകദുരിതം അനുഭവിക്കുകയാണല്ലോ, ആർക്കും പൈസയ്ക്ക് മാർഗ്ഗമില്ലല്ലോ. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ ഭൂതബാധ, അല്ലെങ്കിൽ മറ്റ് ക്ലേശങ്ങൾ, എന്തെങ്കിലുമെല്ലാം. എന്താണ് ഇതിങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സക്കായി ഓർത്തുകൊണ്ട് പോരുകയാണ്. സക്കായിക്ക് കഷ്ടപ്പാടൊന്നുമില്ല, രൂപയുണ്ട്, ഇഷ്ടം പോലെ രൂപയുണ്ട്. കാരണം ചുങ്കം പിരിക്കുന്നതുകൊണ്ട് റോമൻ സർക്കാരിന് കൊടുക്കാൻ രൂപ കഴിഞ്ഞാൽ നല്ലൊരു തുക കൈവശമുണ്ട്. ധനവാനാണ്, അന്യായമായി സമ്പാദിച്ചിട്ടുണ്ടല്ലോ, ധനവാനാണ്. തിരിച്ച് പോന്നു. ഒരു മാസം കഴിഞ്ഞു. സക്കായി വീണ്ടും പുറപ്പെട്ടു. വീണ്ടും ചെന്ന് ആദ്യ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഭിക്ഷക്കാരനെ കാണുന്നില്ല. നല്ല ഓജസ്സോടെ ഒരു മനുഷ്യൻ. സക്കായി ചോദിച്ചു, ഇത് കുരുടൻ്റെ വീടല്ലേ? ഏത്? കുരുടൻ്റെ വീടായിരുന്നു, പക്ഷേ ഇത് ഇപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ട് എന്താ ഈ പറയുന്നത്? എങ്ങനെ സാധിച്ചു? ഞാനായിരുന്നു ആ കുരുടൻ. ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞ കുരുടൻ ഞാനായിരുന്നു. ഭിക്ഷ തേടി നിങ്ങൾക്ക് കരം തരാമെന്ന് പറഞ്ഞ ആൾ ഞാനാണ്. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. നസ്രായനായ യേശു എന്ന് പറയുന്ന ഒരു പുരുഷൻ ഈ നാട്ടിൽ കൂടി വന്നു. യേശു ഈ പ്രദേശത്തുകൂടി വന്നു. ഞാൻ ഓടിച്ചെന്നു, ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഈ എറിഹോവിൻ്റെ തെരുവിൽ തന്നെയാണ്. ഞാനവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു കടന്നു പോകുന്നു മറ്റു പലരും പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും സമയം കളയാതെ ചാടി എഴുന്നേറ്റ്, യേശുവേ ദാവീദ് പുത്രായനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ആളുകൾ എന്നെ വിലക്കി മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ ആവശ്യക്കാരനല്ലേ, ഞാൻ പിന്നെയും നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു എൻ്റെ നിലവിളി കേട്ടു. പുരുഷാരത്തിൻ്റെ ആഹാരത്തിനിടയിൽ ഞാൻ ആവശ്യക്കാരനായതുകൊണ്ട് എൻ്റെ നിലവിളി യേശു കേട്ടു. യേശു അവിടെ നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ആരോ എന്നെ കൈക്ക് പിടിച്ച് യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തി. യേശു എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് സൗഖ്യം കിട്ടണം, എനിക്ക് കണ്ണ് കാഴ്ച പ്രാപിക്കണം. ശരി, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ. യേശു അത് പറഞ്ഞു. എന്തൊരത്ഭുതം! യേശു എൻ്റെ ദേഹത്ത് തൊട്ടില്ല, വേറൊന്നും പറഞ്ഞില്ല. നിനക്ക് കണ്ണ് കാഴ്ച ലഭിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. അപ്പോഴിതാ എൻ്റെ കണ്ണ് തുറന്നു. സാധാരണ മനുഷ്യനെ പോലെയായി. ഇന്നിപ്പോൾ എന്നെ നയിച്ചുകൊണ്ടിരുന്ന നായയൊക്കെ ഞാൻ വിറ്റു. ഞാൻ നായയുടെ ആവശ്യമില്ല. ഞാൻ തനിയെ പോയി ഭിക്ഷ അയക്കാം, എനിക്ക് തനിയെ ജോലി ചെയ്യാം, കുഴപ്പമില്ല. ഇന്ന് ഞാൻ സന്തുഷ്ടനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ രൂപ കരുതിയിട്ടുണ്ട് കേട്ടോ. ആ കാര്യം ഞാൻ അന്ന് പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. രൂപയുണ്ട്. രൂപ എടുത്ത് കൊടുത്തു. സക്കായിക്ക് സന്തോഷമായി. സക്കായി ഓർത്തു, യേശു എന്നൊരു പുരുഷൻ, അതൊരു അത്ഭുതമാണല്ലോ. ഇതെന്തൊരു കാര്യമാണോ, എന്തൊരു അത്ഭുതം! കാരണം ഒരു മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുക, അന്ധനായ മനുഷ്യന് കണ്ണ് കാഴ്ച കൊടുക്കുക, അതൊരു അത്ഭുതമല്ലേ? സക്കായി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അടുത്ത വീട്ടിലേക്ക്. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീ മുറ്റത്ത് തന്നെയുണ്ട്. അവൾ നല്ല ഓജസ്സുള്ളൊരു സ്ത്രീ, നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീ. സക്കായിയെ കണ്ടപ്പോൾ അവൾ ഓടി വന്നു. സക്കായിയെ അവൾ വിളിച്ചത്, സാറേ ഇന്ന് വന്നത് നന്നായി, ഞാൻ രൂപ കരുതിയിട്ടുണ്ട് കേട്ടോ. എന്ത്? ഇവിടെ ഒരു രക്തവാർച്ചയുള്ള സ്ത്രീ ഉണ്ടായിരുന്നില്ലേ? ഭയങ്കര രക്തവാർച്ചയുള്ളൊരു സ്ത്രീ, രക്തസ്രാവം കൊണ്ട് ബുദ്ധിമുട്ടിയൊരു സ്ത്രീ, മെലിഞ്ഞുണങ്ങിയ സ്ത്രീ, അത് ഞാനായിരുന്നു. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇത്രയും മാറ്റം വന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തു ഈ വഴിയായി വന്നു. ഈ എരിഹോവിൻ്റെ തെരുവിൽ കൂടി യേശു ഒരിക്കൽ വന്നു. ഞാൻ കേട്ടു. ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ ഓടി. പക്ഷേ എനിക്ക് അടുക്കൽ ചെല്ലാൻ പറ്റിയില്ല. കാരണം ആളുകൾ പുരുഷാരം തിക്കി തിരക്കുകയായിരുന്നു. പുരുഷാരം തിക്കി തിരക്കിക്കൊണ്ടിരുന്നപ്പോൾ അടുക്കലേക്ക് ചെല്ലുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഒരു കാര്യം ചെയ്തു. യേശുവിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ഒക്കെ ഇല്ലെങ്കിലും അവിടെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, യേശുവിന് മുമ്പിൽ കവിണ് വീഴണമെന്ന്. പക്ഷേ നിർവാഹമില്ല, അത്ര പുരുഷാരമാണ്.
അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ ആളുകളുടെ ഇടയിൽ കൂടി ഊളിയിട്ട് ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. എന്തൊരു അത്ഭുതം! എൻ്റെ രക്തവാർച്ച നിന്നു, എൻ്റെ രോഗം മാറി. അന്നു മുതൽ ഞാൻ ഭാഗ്യവതിയാണ്. എന്തൊരു സമാധാനം! യേശുവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം. അതോടുകൂടി എൻ്റെ രോഗം മാറി. സക്കായിക്ക് അത്ഭുതം. ഒരു മാസം മുമ്പ് മെലിഞ്ഞുണി കണ്ടിരുന്ന സ്ത്രീ ഇന്ന് അത് സുന്ദരിയായി നല്ല ചോരക്കൊഴുപ്പുള്ളവളായി അവൾ നിൽക്കുന്നു. അവൾ രൂപ എടുത്ത് കൊടുത്തു. സക്കായി അതുകൊണ്ട് പോയി. സക്കായി പിന്നെയും ചിന്തയായി, എന്താണ് ഈ കേൾക്കുന്നത്? വലിയ അത്ഭുതങ്ങൾ ഇതൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോൾ നടക്കുമോ? എന്തായി നടക്കുന്നത്? എത്രയെത്ര പേരാണ് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നത്? കണ്ടില്ലേ? കണ്ണുകൂടി കാഴ്ച കിട്ടിയിരിക്കുന്നു. രക്തവാർച്ചക്കാരിയായ സ്ത്രീക്ക് തിരുവസ്ത്രം തൊട്ടപ്പോഴേക്കും സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഇത് അത്ഭുതമാണല്ലോ. അടുത്ത വീട്ടിലേക്ക് പോവാം. അടുത്ത വീട്ടിൽ അടുത്ത നമ്പർ നോക്കി ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നിൽക്കുന്നു മുറ്റത്ത് തന്നെ. എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സക്കായി ചോദിച്ചു, ഈ വീട് ഒരു ഭ്രാന്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വീടാണോ ഇത്? അതെ, ഇതാ വീട്. നിങ്ങളന്ന് വന്നപ്പോൾ എൻ്റെ ഭാര്യയാണ് നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഭൂതബാധയുണ്ടെന്ന്. ഭ്രാന്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വീട് തന്നെയാണോ ഇത്? ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ വന്നല്ലോ. അന്ന് നിങ്ങൾ ഇവിടെ ഒരു സ്ത്രീയെ കണ്ടു, മെലിഞ്ഞുണങ്ങിയ ഒരു പാവം സ്ത്രീ, ഭർത്താവിൻ്റെ തല്ലുകൊണ്ട് മെലിഞ്ഞു പോയ സ്ത്രീ, അങ്ങനെ എന്നും ദുരിതമായിരുന്നൊരു സ്ത്രീ. ആ വീടാണോ ഇത്? അതെ, അത് തന്നെ. ഞാനാണ് ആ മനുഷ്യൻ. അന്ന് കല്ലറകളിൽ പാർത്ത് നഗ്നനായി, നഗ്നതാബോധമില്ലാതെ കല്ലറകളിൽ പാർത്ത് കല്ലിന്മേൽ പറമേൽ ചാടി നടന്ന് ദേഹം മുറിവ് പറ്റി വ്രണം പറ്റിയ ആ ഭൂതബാധിതൻ ഞാനാണ്. പിന്നെ എങ്ങനെ സംഭവിച്ചു? അതോ ഒരു ദിവസം യേശു ഈ ഭാഗത്തൂടി വന്നു. യേശു കടലിൻ്റെ അക്കരെ ആയിരുന്നു. വന്ന് പടകയറി ഇക്കരയ്ക്ക് വന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ നിലവിളി ആരും കേൾക്കുന്നില്ലെന്നാണ്. പക്ഷേ ഞാൻ നിലവിളിച്ചത് 20 മൈൽ അകലെ യേശു അപ്പുറത്ത് കേട്ടു. എന്തൊരത്ഭുതം! അപ്പോൾ എനിക്ക് മനസ്സിലായി, യേശു സാധാരണക്കാരനല്ല. യേശു 20 മൈൽ അകലെ നിന്ന് എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു, മുറവിളി കേട്ടു. യേശു വന്നു, എൻ്റെ നേരെ വന്നു. ആരും എതിരെ വരാറില്ല, ആർക്കും വരാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം വരുന്നവരെല്ലാം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ യേശു എൻ്റെ നേരെ വന്നു. യേശു എന്നുള്ള ഭൂതങ്ങളെ പുറത്താക്കി. 6000 ഭൂതങ്ങളുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഈ ഒരു ശരീരത്തിനുള്ളിൽ 6000 ഭൂതങ്ങൾ അവസ്ഥയിരുന്നത്. ഭൂതങ്ങളെല്ലാം യേശു പുറത്താക്കി. സഖായി കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? 6000 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നീ ഭൂതങ്ങളിൽ ഇറങ്ങിപ്പോയി. ഇപ്പോൾ നല്ല പൂർണ്ണ ആരോഗ്യവാനായി, നല്ല സുമുഖനായി നിൽക്കുന്നു. അവൻ്റെ ഭാര്യ, മക്കൾ എല്ലാവരും വന്ന് നിൽക്കുന്നു. ഒരു സമയത്ത് ഈ ഇദ്ദേഹം ഭർത്താവ് വരുമ്പോൾ പേടിച്ചണ്ടിരുന്ന ഭാര്യ, പേടിച്ചണ്ടിരുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും ഇപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ വന്ന് നിൽക്കുന്നു. ആകെ വീടിൻ്റെ സമാധാന അന്തരീക്ഷം. എന്തൊരു വ്യത്യാസം! ഒരു മാസം മുമ്പ് ഞാനിതിൽ വരുമ്പോൾ ഈ വീട് എന്തായിരുന്നു? ഒരു തകർന്നു പോയൊരു കുടുംബം, എന്നും മുറവിളിയും കരച്ചിലും കേട്ടിരുന്ന കുടുംബം, നഗ്നത ബോധമില്ലാതെ നടന്ന ഒരു മനുഷ്യൻ, ഭൂതബാധിതൻ. അവനെ അടക്കാൻ കഴിയുമായിരുന്നില്ല, ആർക്കും വഴിയെ നടന്നു കൂടാഞ്ഞു. അങ്ങനെയുള്ള ആ മനുഷ്യൻ വസിക്കുന്ന ആ ദേശത്തു കൂടി യേശു നടന്നു വന്നു. യേശു വന്നപ്പോൾ ഭൂതങ്ങൾ വഴിമാറി, ഭൂതങ്ങൾ മാറിപ്പോയി. യേശു കൽപ്പിച്ചു, അശുദ്ധാത്മാവെ ഇവനെ വിട്ടുപോകാ എന്ന് കൽപ്പിച്ചു. അത്ഭുതം! യേശു അത്ഭുതം ചെയ്തു. ഇന്ന് ഞങ്ങളുടെ കുടുംബ സമാധാനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെട്ടു. സക്കായിക്ക് എല്ലാം വലിയ അതിശയങ്ങളാണ്. ഇന്ന് അതിശയങ്ങളുടെ ദിവസമാണല്ലോ. സക്കായി രൂപ മേടിച്ചു, ചുങ്കം മേടിച്ചു, സക്കായി പോവുകയാണ്. പിന്നെ അടുത്ത വീട് ഏതാ നോക്കി, അടുത്ത വീട് കണ്ടെത്തി. ആ വീട്ടിലേക്ക് വന്നു. അവിടെയുണ്ട് വേറൊരു അത്ഭുതം. അവിടെ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ബാലൻ, യൗവനത്തിലേക്ക് കാലുന്നേ ഉള്ളൂ. ഒരു 10-16 വയസ്സ് 17 വയസ്സ് കാണുമായിരിക്കും. ചെറുപ്പക്കാരൻ, അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു മുറ്റത്ത്. ഇതാ ഞാൻ പണ്ട് വന്ന വീടല്ലേ ഇത്? മരണം ഉണ്ടായിരുന്നൊരു വീട്. സക്കായി ചോദിച്ചു, മോനെ ഈ വീട് ഇതെൻ്റെ വീടാണ്. ഒരു മാസം മുമ്പ് ഞാൻ വരുമ്പോൾ ഇവിടെ കറുത്ത കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ മരിച്ച വീട്. അത് മരിച്ചത് ഞാനായിരുന്നു. എന്നിട്ടോ എന്നെ ശവമഞ്ചത്തിൽ വെച്ച് എന്നെ കൊണ്ടുപോവുകയായിരുന്നു, അടക്കം കൊണ്ടുപോവുകയായിരുന്നു, സംസ്കാരത്തിന് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ യേശു എതിരെ വന്നു.
യേശു എതിരെ വന്ന് എൻ്റെ ശവമഞ്ചത്തിൽ തൊട്ടു. എൻ്റെ അമ്മയോട് കരയണ്ട എന്ന് പറഞ്ഞു. അമ്മ ഏങ്ങലടിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പം മരിച്ചപ്പോൾ അപ്പൻ്റെ ശവശരീരം കൊണ്ടുപോയ അതേ പാതയിൽ കൂടിയാണ് എന്നെയും വഹിച്ചുകൊണ്ട് പോയത്. അന്ന് അപ്പൻ മരിച്ചപ്പോൾ സംസ്കാരം കഴിഞ്ഞപ്പോൾ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിക്കാൻ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ എനിക്ക് ആരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പോരും, എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരത്ഭുതം നടന്നു. യേശു എതിരെ വന്നു. യേശുവും ശിഷ്യന്മാരെതിരെ വന്നപ്പോൾ സംഭവിച്ചതോ, യേശു ശവമഞ്ചത്തെ തൊട്ടു, അമ്മയോട് കരയണ്ട എന്ന് പറഞ്ഞു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവർ ഡെഡ് ബോഡിയുള്ള ആ ശവപ്പെട്ടി താഴോട്ട് വയ്യ ഇറക്കി വെച്ചു. യേശുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഡെഡ് ബോഡിയുടെ കയ്യിൽ യേശു പിടിച്ചു. എനിക്ക് ജീവൻ കിട്ടി, ഞാൻ ഉയർത്തെഴുന്നേറ്റു, യേശു എന്നെ ജീവിപ്പിച്ചു. സ്തോത്രം! എന്തൊരു സന്തോഷം! പ്രസരിപ്പുള്ളൊരു ജീവിതം, നല്ല പ്രകാശമാനമായ ജീവിതം, നല്ല പ്രസാദപൂർണമായ ജീവിതം, കുടുംബമായ സന്തോഷത്തിലാണ്. യേശു ആ വീട്ടിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ വർണ്ണിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, സാറിന് സമയമുണ്ടോ ഇവിടെ എപ്പോൾ ഇരിക്കാമെങ്കിൽ ഞങ്ങളുടെ അനുഭവസാക്ഷ്യം പറയാം. സക്കായിരുന്നു. അപ്പോൾ അവർ പറയുക, ഇങ്ങനെ ഞങ്ങൾ വാസ്തവത്തിൽ മരിച്ച അവസ്ഥയിൽ ഭർത്താവിനെ കൊണ്ടുപോയി അടക്കിയതുപോലെ തന്നെ ഈ മോനെയും, ഏക മകനാണ്, അവനെയും അടക്കാൻ കൊണ്ടുപോവുകയായിരുന്നു. എന്തൊരത്ഭുതം! ഞങ്ങൾ പോയ ആ പാതയിൽ നേരെ എതിരെ യേശു വരുന്നുണ്ടായിരുന്നു. യേശു ഞങ്ങൾക്കെതിരെ വരുന്നുണ്ടായിരുന്നു. യേശു ഞങ്ങളോട് സഹതാപം തോന്നി. ഞാൻ കരയുകയായിരുന്നു. കരയണ്ട എന്ന് യേശു പറഞ്ഞു. കരയണ്ട. ദൈവത്തിന് സ്തോത്രം! ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. വേദനയുടെ കരച്ചിലല്ല, സന്തോഷത്തിൻ്റെ കരച്ചിൽ. യേശു എത്ര നല്ലവൻ, യേശു എത്ര സ്നേഹം, യേശു എല്ലാവരെയും സ്നേഹിക്കുന്നല്ലോ. അവൾ അങ്ങനെ പറഞ്ഞ് അവൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സക്കായിക്കൊന്നും മനസ്സിലാകുന്നില്ല. സക്കായി ഇറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ പോയത് ഉപകാരപ്പെട്ടു, കരമെല്ലാം കിട്ടി, ചുങ്കം കിട്ടി. പക്ഷേ സക്കായിയുടെ മനസ്സിലുള്ള ചിന്ത, യേശു എനിക്കിത് കാണാൻ കിട്ടുമായിരിക്കുമോ, എനിക്കിത് കാണാൻ പറ്റുമായിരിക്കുമോ? എന്നെ എല്ലാവരും തള്ളിയിരിക്കുകയാണ്. നാട്ടിൽ സകല യഹൂദന്മാർ എന്നെ പുച്ഛിച്ചിരിക്കുകയാണ്, തള്ളിയിട്ടിരിക്കുകയാണ്. ആരും എൻ്റെ വീട്ടിലേക്ക് വരികയില്ല, എൻ്റെ വീട്ടിലേക്ക് നോക്കുക പോലും ചെയ്യില്ല. യേശു എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ദൈവത്തിന് സ്തോത്രം! ദൈവത്തിൻ്റെ പരിനാമം മുഖത്തുപെടട്ടെ. സഹോദരങ്ങളെ, യേശു നിങ്ങളുടെ നേരെ വരികയാണ്, നിങ്ങൾക്കെതിരെ വരികയാണ്. നിങ്ങളുടെ വേദന കണ്ടുകൊണ്ട്, നിങ്ങളുടെ രോഗം കണ്ടുകൊണ്ട്, നിങ്ങളുടെ ആവലാതി കണ്ടുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് യേശു നിങ്ങളുടെ നേരെ വരികയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹൂദ്യ നാട്ടിലൂടെ നടന്ന്, എല്ലാ പ്രദേശത്തിലൂടെ നടന്ന് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളുടെ അരികിലൂടെ നടക്കുകയാണ്. ആരാണ് ആവശ്യക്കാരൻ? ആരാണ് നൊന്ന് നെല്ലിക്കുന്നവൻ? ആരാണ് ഏങ്ങലടിച്ച് കരയുന്നവൾ? കർത്താവ് നോക്കിക്കൊണ്ട് വരികയാണ്. കരയുന്നവരുടെ കരച്ചിലടക്കാൻ വരുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആകുലങ്ങൾ മാറ്റും, നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങൾക്ക് ശാശ്വത ശാന്തി തരും, നിങ്ങൾക്ക് നിത്യജീവൻ തരും, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരും. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കും, നിങ്ങളുടെ അകൃത്യങ്ങളെല്ലാം കർത്താവ് പൊറുക്കും. യേശു ഇതാ എതിരെ വരുന്നു, യേശു ഇതാ നേരെ വരുന്നു. എന്തോ ഒരു അത്ഭുതം! ദൈവത്തിന് സ്തോത്രം! പാപിയായ മനുഷ്യന് നേരെ വരുന്ന, ഭൂതബാധിതൻ്റെ നേരെ വരുന്ന, അന്ധനായ മനുഷ്യൻ്റെ നേരെ വരുന്ന, രക്തവാർച്ചക്കാരിയായ സ്ത്രീയുടെ നേരെ വരുന്ന, ഹല്ലേലൂയ, ശവശരീരം ചുമന്നുകൊണ്ട് പോകുന്നവരുടെ കൂടെ നടന്നു പോകുന്ന അമ്മയുടെ നേരെ വരുന്ന ആ യേശു ഇതാ നിങ്ങളുടെ നേരെ വരുന്നു. യേശുവിനെ നിങ്ങൾ കാണുക. യേശു സകലവർക്കും കാണാവുന്നവനായി അവൻ നിൽക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം! നോക്കുക, യേശുവിനെ നോക്കുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. അവങ്കിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ മനുഷ്യരെ കാണണ്ട, മനുഷ്യരിലേക്ക് നോക്കണ്ട, ആരുടെയും സഹായം നോക്കണ്ട. സഹായത്തിൻ്റെ പർവ്വതമുണ്ട്. ദൈവത്തിന് സ്തോത്രം! എൻ്റെ സഹായം എനിക്ക് എവിടെ നിന്ന് വരും?
ദൈവത്തിന് സ്തോത്രം. എനിക്ക് സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മെനഞ്ഞ നിത്യനായ ദൈവത്തെങ്കിൽ നിന്ന് സ്നേഹിത നിനക്ക് സമാധാനം തരാമെന്നാണ് കർത്താവ് പറയുന്നത്. മകളെ നിനക്ക് ആശ്വാസകാലങ്ങൾ തരാമെന്നാണ് പറയുന്നത്. ആനന്ദൈശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും തരാമെന്നാണ് പറയുന്നത്. ആനന്ദൈശ്വര്യം എഴുതുന്ന മാസങ്ങളും ആണ്ടുകളും നിനക്ക് തന്ന് നിന്നെ അനുഗ്രഹിക്കാനായിട്ട് യേശുദാവ് വന്നിരിക്കുകയാണ്. നിൻ്റെ അരികത്തോട് നടക്കുകയാണ്. നിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൻ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നിൻ്റെ ആകുലം കാണുകയാണ്. നിൻ്റെ സങ്കടം കാണുകയാണ്. നിൻ്റെ പൊതിയില്ലാതെ വേദനിക്കുന്നതായ വേദനകളും കാണുകയാണ്. നിന്നെ തന്നെയോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ ഒരു കാര്യം പറഞ്ഞാൽ മതി, യേശുവേ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറണമേ. ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു വരണമേ. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയൂ, സക്കായിയുടെ മാനസാന്തരത്തിൻ്റെ വലിയ കർത്താവായ യേശു ക്രിസ്തു ഇന്നിതാ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. എത്ര കുൽസിത ബുദ്ധിയുള്ളവനും എത്ര ക്രൂര ഹൃദയമുള്ളവനും എത്രമാത്രം വഷളായി ജീവിതത്തിൽ ജീവിക്കുന്നവനുമായ ആരെയും മാനസാന്തരപ്പെടുത്തുന്ന അത്ഭുത ശക്തി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളാണ്. പാപം നിറഞ്ഞ കാലങ്ങളാണ്. പാപത്തിൻ്റെ മാലിന്യം നീങ്ങിയ കാലങ്ങളാണ്. അശുദ്ധി സംഭവിച്ച കാലങ്ങളാണ്. എന്നാൽ ഈ പാപത്തിൻ്റെ കാലങ്ങളെല്ലാം മാറ്റി ആനന്ദവും ഐശ്വര്യമുള്ള സൽക്കാലങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് വരുന്ന യേശുവിനെ ഇപ്പോൾ നിങ്ങൾ ക്ഷണിക്കുവീൻ ഹൃദയത്തിലേക്ക്. യേശുവേ, ഈ പാവിയായ എൻ്റെ ഹൃദയത്തിലേക്ക് നാദാതി എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ തലചായ്ക്കണമേ. റോമൻ സർക്കാർ നിന്ന് ആ 2 മരക്കഷ്ണത്തിലല്ല നീ തലചായ്ക്കേണ്ടത്. ഈ മനുഷ്യൻ്റെ, നിന്റെ സൃഷ്ടിയായി മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് നീ തലചായ്ക്കേണ്ടത്. യേശുവേ, കുരിശിൽ നിറയുക, എൻ്റെ ഹൃദയത്തിൽ തലചായ്ക്കുക. പറയൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയൂ നിങ്ങൾ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ തലചായ്പാൻ നാഥാ ഇപ്പോൾ എൻ്റെ അരികിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ആധിപത്യം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം. തിരുവചനങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ കൃപകൾക്കായി സ്തോത്രം. തിരു സാന്നിധ്യത്തിനായി സ്തോത്രം. അവിടെ ഞങ്ങൾ ഒത്തിരിക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. നിസ്സാരം പാവികളുമായി ഞങ്ങളെ കടാക്ഷിപ്പാൻ തിരുവനസായതിനായി സ്തോത്രം. എല്ലാവരെയും അലങ്കരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സ്തുതി എന്ന മേലാടെ ധരിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.